ബിസിനസ് ഇന്നിപ്പോ ഈ നിലനിർത്തിക്കൊണ്ടുള്ള ഈ ബിസിനസ് ഇനി അടുത്ത ജനറേഷനിൽ ആരാണ് ചെയ്യാൻ പോകുന്നത്? എൻ്റെ മകൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്, പൂനെയിലാണ് പഠിക്കുന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണോ? അല്ലല്ല, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ അവൻ്റെ ഇപ്പോൾ 6th സെമസ്റ്റർ ആയിപ്പോൾ. ഇനിയിപ്പോൾ 1-2 കൊല്ലം കൂടി കഴിഞ്ഞാണെങ്കിൽ അവൻ എന്ന് എൻ്റെ പ്രതീക്ഷ. ഇനി ഇത് മകൻ എന്ത് പറയുന്നു? മകന് ഇന്നും ഇൻട്രസ്റ്റ് ഉണ്ട്, ബിസിനസ് ലൈനിലാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. പിന്നെ ഈ സൂറത്തില് അല്ലെങ്കിൽ ഈ ഗുജറാത്തില് വന്നു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്ത് തീർച്ചയായിട്ടും സക്സസ് ആവാൻ പറ്റും എന്നാണ് എല്ലാവരും പറഞ്ഞത്. അത് സത്യമാണോ? അത് തീർച്ചയായിട്ടും. എന്താ കാരണം? ഇവിടെ മാത്രം എന്തുകൊണ്ട് ഈ ബിസിനസ് ജീവിതം വളരെ സക്സസ്ഫുൾ ആവും എന്ന് പറയാനുള്ള കാരണം? ഇവിടുത്തെ ഒന്ന് ഞാൻ പറഞ്ഞു, ഈ ഇൻഫ്രാസ്ട്രക്ചറൽ ഒന്ന്. സെക്കൻഡ് ലേബർ നമ്മുടെ കമ്പാരിറ്റീവ്ലി നമ്മുടെ കേരളത്തിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെയാണ്. കാരണം ഒരു ലേബർ അൺട്രസ്റ്റ് ഇന്ന് വളരെ കുറവാണ് ഇവിടെ. ലേബർ ഇത്രയും കുറവാണ് എന്ന് പറയുന്നുണ്ട്. ലേബർ അൺട്രസ്റ്റ് മീൻസ് സ്ട്രൈക്ക് കാര്യങ്ങൾ അത് കുറവാണ്. പിന്നെ ലേബർ ചാർജ് ഇവിടെ കുറവാണെന്നാണല്ലോ കേൾക്കുന്നത്. ലേബർ ചാർജ് മിനിമം വേജസ് ഞാൻ എന്നോട്ട് ഈ കോൺട്രാക്ട് ബിസിനസ്സിൽ വന്ന മിനിമം വേജസ് ഞാൻ കൊടുക്കാറുണ്ട്. മിനിമം വേജസ് പിന്നെ ആസ് പെർ ഗവൺമെന്റ് റൂൾസ് ആൻഡ് PF ESI ബാക്കി ബോണസ് ഗ്രാറ്റുവിറ്റി എല്ലാ ഇതുകളും നമ്മുടെ ഇൻക്ലൂഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മോസ്റ്റ്ലി ഗുജറാത്തീസ് അവർ തന്നെയാണ് ബിസിനസ് മൈൻഡഡ് പീപ്പിൾ. ഗുജറാത്തീസ് പൊതുവെ ബൈ ബർത്ത് അവർക്ക് നമ്മളൊക്കെ നമ്മുടെ ടാലന്റ് പിന്നെ നമ്മുടെ നമുക്കൊരു ചാൻസ് എങ്ങനെ കിട്ടണമെന്ന് കിട്ടിയതാണ്. അല്ലാണ്ട് എങ്ങനെയൊക്കെ വീട് കിട്ടിയ ചാൻസിനെ നന്നായി യൂട്ടിലൈസ് ചെയ്തു, അത് നമ്മുടെ ടാലന്റ്. പക്ഷെ ഗുജറാത്തീസ് ബൈ ബർത്ത് അവർ ബിസിനസ് പീപ്പിൾ ആണ്. ഇപ്പൊ ഈ ഗുജറാത്തീസ് നമ്മുടെ ഇവിടുത്തെ സൂറത്തിൽ ജീവിക്കുന്ന ഗുജറാത്തീസും ഈ മലയാളികളും തമ്മിൽ കോമൺ ആയി ചെയ്യുന്ന ബിസിനസ് എന്താണ്? കോമൺ ആയിട്ട് ഇപ്പോൾ സൂറത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയമണ്ട് ഇൻഡസ്ട്രീസിലെ ഒരുപാട് മലയാളികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡയമണ്ടിന്റെ ഇൻഡസ്ട്രി ഒക്കെ വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ഗുജറാത്തികളാണ് കൂടുതൽ. പക്ഷെ ലേബേഴ്സ് ആയിട്ട് ഗുജറാത്തികളെ കിട്ടില്ല എന്നാണ് പറയുന്നത്. അത് സത്യമാണോ? കുറച്ച് ഷോർട്ടേജ് ഉണ്ട്. പക്ഷെ അവര് ഗുജറാത്തികളെ നമ്മള് കമ്പനികളിൽ പ്രിഫർ ചെയ്യുന്നില്ല. കമ്പനി തന്നെ പ്രിഫർ ചെയ്യില്ല ഗുജറാത്തീസ് തന്നെ. കാരണം അവര് മീൻസ് ജോലി ചെയ്യില്ല. അവര് ഇപ്പൊ ലോക്കൽ ആൾക്കാർ ഇപ്പൊ അങ്ങനെയല്ല, അത് എല്ലാ സ്റ്റേറ്റിലും. ഇപ്പൊ ആദ്യം നമ്മൾ കൽക്കട്ടയിൽ പോയപ്പോ അന്ന് കൽക്കട്ടയിലത്തെ ആൾക്കാർ ജോലിയാണ്. ഇന്നിപ്പോൾ അവരിവിടെ കൽക്കട്ടക്കാർ ഇന്ന് ഇവിടെ വരികയാണെന്ന് വരുന്നുണ്ട്. അതേമാതിരി തന്നെ ബോംബെയിലെ ശിവസേന അന്ന് എല്ലാം ഇവിടെ കുഴപ്പങ്ങളുണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ആൾക്കാരത് ജോലി ചെയ്യില്ല, വെറുതെ ദാദാഗിരി എല്ലായിട്ട്. അത് ലോക്കൽ ആൾക്കാർക്ക് കുറച്ച് ഒരു അതേമാതിരി തന്നെ ഗുജറാത്തിലെ കുറച്ച് ജോലി ചെയ്യലിന് കുറവായിരിക്കും. അവർ ജോലി ചെയ്യും. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിനെ പുറത്തു പോയി കഴിഞ്ഞാൽ അവര് ഇതാവും. നമ്മുടെ മലയാളികൾ ഇപ്പോൾ കേരളത്തിൽ എത്രയോ മലയാളികൾ ഇവിടെ വന്നിട്ട് ജോലി ചെയ്യുന്ന ഓരോ ജോലികൾ ചെയ്തിരുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അവർ ചെയ്യില്ല. ഇത് ഒരു സൈക്കിൾ മാതിരിയാണ്. നമ്മൾ പോകുന്നു, പിന്നീട് വീണ്ടും പഴയ സ്ഥലത്ത് എത്തുന്നു, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന എന്നാണ് എന്റെ അറിവ്. തീർച്ചയായിട്ടും സർ പറയുന്നത് വളരെ ഇനി എന്റെ ഒരു അറിവ് നമ്മൾ ഈ ഗുജറാത്തീസും മറ്റുള്ള പുറത്ത് കൺട്രീസിൽ ഈ പെട്രോൾ പമ്പിലും അതിലൊക്കെ കാണാൻ പറ്റും. സോ പൊതുവെ അവരും അപ്പൊ മൂവിംഗ് ആണ്. അവരുടെ സ്റ്റേറ്റിൽ എന്ത് തന്നെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും നമ്മുടെ സ്റ്റേറ്റ് ഡിഫറെന്റ് ആണ്. നമ്മളെ എടുക്കാനേ പറ്റില്ല. ബിക്കോസ് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ജമ്പായി വരും. പക്ഷെ ഇവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും പോലും ഇവരൊക്കെ ജമ്പായി പോകും. അത് മേ ബി വേറെ എന്തെങ്കിലും റീസൺ ആയിരിക്കും. അത് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ അറിവിൻ്റെ ഇത്. കാരണം ഞാൻ മഹാരാഷ്ട്രയിൽ ഇരുന്നപ്പോഴും അവിടെയുള്ള ലോക്കൽ ആൾക്കാർ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ അവർ ദാദാഗിരി ചെയ്യുക, ജോലി ചെയ്യാണ്ടിരിക്കുക, അൺട്രസ്റ്റ് ഉണ്ടാക്കുക, ഫാക്ടറി തന്നെ കുഴപ്പമുണ്ടാക്കുക, അങ്ങനെയാണ്. അപ്പോൾ അതേ സെയിം തന്നെ അവനവൻ്റെ സ്റ്റേറ്റിൽ അവിടുത്തെ ഇത് ആകുമ്പോൾ ഈ പ്രോബ്ലം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഇത്. അല്ലാണ്ട് ഗുജറാത്തികൾ ജോലി ചെയ്യുന്ന ഹാർഡ് വർക്കാണ്. പക്ഷേ ജോലി ചെയ്യുന്ന കാര്യത്തിൽ ഇത് ഒരു കുറച്ച് ശരിയാണ്. പിന്നെ ദൈവവിശ്വാസം ഉണ്ടോ? വളരെ 100% ദൈവം ഇല്ലെങ്കിൽ നമ്മളില്ല. പിന്നെ ചർച്ചിലൊക്കെ പോകാറുണ്ട്. എല്ലാ സൺഡേയും പോകും. സൺഡേ മാത്രം. പിന്നെ ദൈവത്തിനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി പരിപാടികൾ നടക്കുന്നു, ഒത്തിരി കലാപങ്ങൾ നടക്കുന്നു. അതിനെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? അത് ഞാൻ ഓരോരുത്തരും ഓരോന്ന് ചെയ്യുന്നതിന്റെ പല അവനവനും തന്നെ അനുഭവിക്കുക. അതന്നെ. ഇപ്പൊ ഇവിടെ ഈ ഗുജറാത്തില് അത്തരത്തിലുള്ള ഒരു ഇതൊന്നും അനുഭവിക്കുന്നില്ലേ? ഒരുപാട് ഉണ്ടായിട്ടുണ്ട്.
ഗുജറാത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ ഇപ്പൊ സമാധാനം, ഇപ്പൊ എല്ലാവരും ഒരുമിച്ച്. ഞാൻ പലരും പറയുന്ന കേടുണ്ടായി, ഈ ദുരന്തങ്ങളൊക്കെ വന്നപ്പോ എല്ലാവരും ഒരുമിച്ച് നിന്നു. തീർച്ചയായും ആരും അസോസിയേഷനോ അല്ലെങ്കിൽ ഒന്നല്ല, എല്ലാവരും ഒരുമിച്ച്. അത് ഈ പ്രത്യേകിച്ച് ഈ സൂറത്തിനനുസരിച്ച് എവരി 5 കൊല്ലം കൂടുമ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി ഉണ്ടാവുന്നതാണ്. അത് ഈ ഭൂമിക്ക് അവര് കൊടുത്തതാണ് തോന്നുന്നത്. അതെന്താന്നറിയില്ല, എൻ്റെ ഇതനുസരിച്ച് ഒരു കഴിഞ്ഞ 5 കൊല്ലം മുന്നേ ഇതിന്റെ പ്ലേഗ്, വെള്ളപ്പൊക്കം, അതേമാതിരി എർത്ത്, അതേമാതിരി എവരി 5 years കൂടുമ്പോൾ ഒരു കലാമിറ്റി വരാറുണ്ട്. പക്ഷെ നമ്മള് തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന ആള് ഇത്രയും കലാമിറ്റീസ് ഉള്ള ഒരു സ്ഥലം ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ച് വരുന്നവർ തീർച്ചയായും നഷ്ടപ്പെട്ടു പോകും. ബിക്കോസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ, അങ്ങനെ ഒരു സ്ഥലം ഇതാണോ എന്ന് ചോദിക്കുന്ന ഡെവലപ്മെന്റ്. സോ എന്തായിരുന്നാലും ഒരു നല്ല സ്റ്റേറ്റിൽ സമാധാനത്തോടു കൂടി ബിസിനസ്സും സമാധാനത്തോടു കൂടി ഫാമിലി ജീവിതം നയിക്കുന്ന നിങ്ങൾ, നമ്മുടെ ഈ കേരള വിഷൻ പ്രേക്ഷകർക്കായിട്ട് എന്താണ് അഡ്വൈസ് പറയാനുള്ളത്? ഇത് ഗുജറാത്തിനെ പോലെ നമ്മുടെ നാടും അതെ, നമ്മുടെ എല്ലാ റിസോഴ്സും ഉണ്ട്. വാട്ടർ ഉണ്ട്, ഇലക്ട്രിസിറ്റി ഇതുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഏത് സ്റ്റേറ്റിനും അതെ, അതിനെ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ് നമുക്ക് നല്ലതാവേണ്ടത്. ഈ സ്റ്റേറ്റിനെ ലീഡ് ചെയ്യുന്ന ആരായാലും ശരി, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ സ്റ്റേറ്റിനും നല്ല. ഇന്നിപ്പോ ഇവിടുത്തെ ഒരു നരേന്ദ്രമോദി സാബിനെ വരെ എല്ലാ സ്റ്റേറ്റിലും ഒരു വ്യക്തി കിട്ടുവാണെങ്കിൽ നരേന്ദ്രമോദിയുടെ അത് ഓരോ ടോപ്പിലിരിക്കുന്ന ആൾക്ക് ഓരോ ബിഗ് പോയിന്റ് ഉണ്ടായിരിക്കും. നരേന്ദ്രമോദിക്ക് ഉണ്ട് കുറച്ച് ബിഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നല്ലത് നമ്മൾ നോക്കുക, നല്ല വശം നോക്കുക. എന്തായിരുന്നാലും സർ പറഞ്ഞ വളരെ സത്യമാണ്. നമ്മള് ലീഡറായിട്ട് ഇരിക്കുമ്പോൾ, ലീഡറിന്റെ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മൾ നല്ലത് ചെയ്ത് കാണിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞത് നമ്മളെ തന്നെ സ്വയം എടുക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ നല്ലത് ചെയ്യാനായിട്ട് ഒരു ലീഡർഷിപ്പ്, അത് ഓരോരോ മനുഷ്യനും തന്നെ ഒരു ലീഡർ ആവുക. സോ അങ്ങനത്തെ അതിന് 100% ജനങ്ങളുടെ സഹായം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരുന്നാലും ഗുജറാത്തുമാരി എല്ലാവരും, ഗുജറാത്ത് ഒരുപാട് പുരോഗമിച്ചു. അതേമാതിരി ഗുജറാത്തിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തായിരുന്നാലും സാറേമാര് ഒത്തിരി മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും നടപ്പിലുണ്ടാവും. നമ്മുടെ നാട്ടിലെ ഈ പരിപാടി കാണുന്ന മലയാളികൾക്ക് ഈ സമയം കൊണ്ട് അത് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ മലയാളികൾ പുറത്ത് ചെന്നിട്ട് എത്ര നല്ലവരായിട്ട് അല്ലെങ്കിൽ എത്ര നല്ല രീതിയിൽ ബിസിനസ് നയിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യമുള്ള സമയത്ത് നമ്മുടെ നാടിനെ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കണം എന്ന് തീർച്ചയായിട്ടും നമ്മുടെ മലയാളീസ് വിചാരിക്കുന്നുണ്ടാവും. എന്തായിരുന്നാലും ഈ തിരക്കിന്റെ ഇടയിലും നമുക്ക് അല്പം സമയം തന്ന് ഞങ്ങൾക്ക് ഈ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. സോ ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ കാണുകയുണ്ടായി ഒരു മലയാളി, ആ മലയാളിയുടെ മനസ്സ് തുറന്ന് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മളും നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്ന് വരുമ്പോൾ നമ്മളും അവരെ മാതിരി തന്നെ മാറുന്നുണ്ട്. സോ നാട്ടിൽ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സ്വയം മാറണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അഭിപ്രായപ്പെട്ടതും അത് തന്നെയാണ്. എന്തായിരുന്നാലും ഇതുമാതിരി തന്നെ നല്ല മലയാളികളെ നമ്മൾ ഈ വിജയവീതി എപ്പിസോഡിൽ കൂടി പരിചയപ്പെടാനുണ്ട്. എന്തായിരുന്നാലും അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളെ മീറ്റ് ചെയ്യാണ്. Until then, Smita signing off. Bye-bye. സോ വ്യൂവേഴ്സ്, ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ചോദ്യം ഇതാണ്: ഗാന്ധിനഗർ വിമാനത്താവളം ഏത് സംസ്ഥാനത്തിലാണ് ഉള്ളത്? ഐ റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ. ഗാന്ധിനഗർ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? ഈ ചോദ്യത്തിന് ശരി ഉത്തരം ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക. നന്ദി. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.